ഹലോ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്നത്തെ ഒരു വെബിനാറിലൂടെ സോഷ്യോളജി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോഷ്യോളജിക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് മെയിനായിട്ട് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഓക്കെ ഈ ഒരു കോട്ട് നിങ്ങൾ ചിലപ്പോൾ മുമ്പ് കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് കമന്റ് ചെയ്യാം കേട്ടോ, ചാറ്റിൽ കയറിയിട്ട് കമന്റ് ചെയ്യാം. എന്താണ് ദി ബെസ്റ്റ് ടൈം ടു പ്ലാന്റ് എ ട്രീ വാസ് 20 years ago. സെക്കൻഡ് ബെസ്റ്റ് ടൈം ഈസ് എപ്പോഴാണ്? അതായത് ഇപ്പൊ നമ്മളൊരു മരം നടാൻ വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ അത് നടാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം എപ്പോഴായിരിക്കും? 20 years ago അത് കഴിഞ്ഞു പോയി. പക്ഷെ സെക്കൻഡ് ബെസ്റ്റ് ടൈം ഇപ്പോഴാണ് എന്നുള്ളതാണ് അല്ലെ? ഈ ഒരു കോട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതുപോലെയാണ് പലപ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ ആലോചിക്കുമ്പോൾ തോന്നും, ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയറേ തുടങ്ങണമായിരുന്നു, അല്ലെങ്കിൽ PG ഫസ്റ്റ് ഇയറേ തുടങ്ങണമായിരുന്നു, അങ്ങനെ മുൻപ് കഴിഞ്ഞു പോയ സമയത്ത് നേരത്തെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യായിരുന്നു എന്ന രീതിയിൽ നമുക്ക് തോന്നും. അതെല്ലാ മനുഷ്യന്മാരുടെയും ഒരു നേച്ചറാണ്. പക്ഷെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ തുടങ്ങിയിട്ടില്ലെങ്കിൽ പോട്ടെ, ആ ഒരു ബെസ്റ്റ് ടൈം കഴിഞ്ഞു. സെക്കൻഡ് ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഇപ്പോഴാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതുവരെയും തുടങ്ങിയിട്ടില്ലെങ്കിൽ, സീരിയസ് ആയിട്ടുള്ള രീതിയിൽ ഈ ഒരു നെറ്റ് പ്രിപ്പറേഷനെ കാണാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ പ്രിപ്പറേഷൻ അത്രയും സീരിയസ് ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ, ദിസ് ഈസ് ദി സെക്കൻഡ് ബെസ്റ്റ് ടൈം. ഓക്കെ, അപ്പൊ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ആദ്യം പറയാനുള്ളത്. ഓക്കെ, ഇന്ന് നമുക്ക് ഐഫറിന്റെ ഒരു സക്സസ് സ്ട്രാറ്റജി എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഈ ഒരു വെബിനാറിന്റെ ഇടയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം ഈ ഒരു നെറ്റ് എക്സാമിനെ കുറിച്ച് നമുക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മെയിൻ ആയിട്ട് JRF അതുപോലെ നെറ്റ്, ഈ രണ്ട് കാര്യങ്ങളിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ആണ് നെറ്റിലൂടെ തീരുമാനിക്കപ്പെടുന്നത്. അതിന് കൂട്ടത്തിൽ റീസെന്റ് ആഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് PhD ഓൺലി എന്നുള്ളത്. PhD ഓൺലി എന്ന് പറയുമ്പോൾ അത് റിസർച്ചിലേക്കുള്ള ഒരു ക്വാളിഫിക്കേഷൻ, റിസർച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മിനിമം എലിജിബിലിറ്റി എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് മാത്രം നമുക്ക് റിസർച്ചിന് അഡ്മിഷൻ കിട്ടും എന്നുള്ളതല്ല, പക്ഷെ ഒരു മിനിമം എലിജിബിലിറ്റി എന്നുള്ള രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നെറ്റ് നമുക്കറിയുന്ന പോലെ തന്നെ കോളേജ് ലെവലിൽ ഇന്ത്യയിൽ ഏതൊരു കോളേജിൽ നമ്മൾ വർക്ക് ചെയ്യണമെങ്കിലും നെറ്റ് എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആണ്. JRF എന്നുള്ളത് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, അതായത് PhD ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫെലോഷിപ്പാണ്. അതായത് നിങ്ങൾ റിസർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് JRF ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെന്റ് PhD സ്റ്റാർട്ട് ചെയ്ത മുതൽക്ക് കഴിയുന്ന വരെയുള്ള ഒരു 5 year ടൈമിൽ, 5 yearൽ കൂടുതൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത്ര സമയം കിട്ടില്ല. 5 year ആണ് അതിന്റെ ഒരു ടൈം. PhDക്ക് JRF ക്വാളിഫൈ ചെയ്തിട്ട് 3 yearsന്റെ ഉള്ളിൽ നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കണം. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു 5 yearsന് നിങ്ങൾക്ക് ഫെലോഷിപ്പ് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് PhD ചെയ്യുന്നത് നമ്മൾ നമ്മുടെ ആവശ്യത്തിനാണ്. അതിന് ഗവൺമെന്റ് ഇങ്ങോട്ട് പൈസ തരാ എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, അപ്പൊ ആദ്യത്തെ 2 വർഷം ഏകദേശം ഒരു 37,000 ആണ് വരിക. പിന്നെ HRA ഹൗസ്, അതിനുശേഷം 42,000 മന്ത്ലിയും അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഈ ഒരു എന്താ പറയുക HRA കൂടി കിട്ടും. അപ്പൊ ആ രീതിയിൽ നല്ലൊരു എമൗണ്ട് നമുക്ക് JRF കിട്ടിക്കഴിഞ്ഞാൽ PhD ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്ലസ് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, അപ്പൊ അങ്ങനെ JRF, നെറ്റ്, PhD ഉള്ളി, ഇങ്ങനെ 3 കാര്യങ്ങളിലേക്കുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആണ് വരിക. അതിൽ മെയിൻ ആയിട്ട് എല്ലാവരും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് JRF തന്നെ ആയിരിക്കും. ഇപ്പൊ JRF അല്ലെങ്കിൽ നെറ്റ് കിട്ടുക എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കും, പക്ഷെ അറിയാത്തവരുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് ക്ലാരിഫൈ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നെറ്റിന്റെ സിലബസിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് നോക്കാം. അതായത് പേപ്പർ 1, പേപ്പർ 2, 2 പേപ്പർ ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാലോ. അതിൽ സോഷ്യോളജിന്റെ സിലബസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് 10 യൂണിറ്റുകളാണ് വരുന്നത്. ഓക്കെ, ഇതിൽ ഒന്നാമത്തെ യൂണിറ്റ് സോഷ്യോളജിക്കൽ തിയറീസ് എന്നുള്ള ഒരു യൂണിറ്റ് ആണ്. അതിനുശേഷം റിസർച്ച് മെത്തേഡ് ആണ്. അപ്പൊ തിയറിയിൽ നമ്മൾ ഫൗണ്ടേഷണൽ ആയിട്ടുള്ള തിയറീസും അതുപോലെ ഇന്ത്യൻ തിങ്കേഴ്സ് അടക്കം അവിടെ പഠിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തത് റിസർച്ച് മെത്തേഡ്സ്, പിന്നെ ബേസിക് കോൺസെപ്റ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ള ഒരു യൂണിറ്റ്, അതിനുശേഷം റൂറൽ അർബൻ ട്രാൻസ്മിഷൻസ് എന്നുള്ള യൂണിറ്റ്, പിന്നെ സ്റ്റേറ്റ് പൊളിറ്റിക്സ് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ള ഒരു യൂണിറ്റ്,
എക്കണോമി ആൻഡ് സൊസൈറ്റി എന്നുള്ളതാണ് അടുത്തായിട്ട് വരുന്നൊരു യൂണിറ്റ്. പിന്നെ എൻവിറോൺമെന്റ് ആൻഡ് സൊസൈറ്റി എന്നൊരു യൂണിറ്റ്. പിന്നെ ഫാമിലി, കിൻഷിപ്പ് ആൻഡ് മാരേജ്, സയൻസ്, ടെക്നോളജി ആൻഡ് സൊസൈറ്റി, കൾച്ചർ ആൻഡ് സിംബോളിക് ട്രാൻസ്മിഷൻസ്. ശരിക്കും നമ്മളൊരു സോഷ്യോളജി സ്റ്റുഡന്റിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഭയങ്കര മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു സിലബസ് ആണെന്ന് പറയാം. കാരണം നമ്മൾ ആദ്യം തിയറി പഠിക്കുന്നു, പിന്നെ നമ്മൾ റിസർച്ചിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡയമെൻഷൻസ് പഠിക്കുന്നു, പിന്നെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ പഠിക്കുന്നു, അർബൻ സോഷ്യോളജി പഠിക്കുന്നു, റൂറൽ സോഷ്യോളജി പഠിക്കുന്നു, പിന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള നമ്മുടെ ലൈഫിന്റെ ആസ്പെക്റ്റുകൾ, സോഷ്യൽ ലൈഫ്, പൊളിറ്റിക്കൽ, എക്കണോമിക്, ഇതൊക്കെ നമ്മുടെ ലൈഫിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ആസ്പെക്റ്റുകളാണല്ലോ. അതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. അതായത് 5ാമത്തെ യൂണിറ്റിൽ വരുന്നത് പൊളിറ്റിക്കൽ ഡയമെൻഷൻ ആണ്, 6ാമത്തെ യൂണിറ്റിൽ വരുന്നത് എക്കണോമിക് ഡയമെൻഷൻ ആണ്, 7ാമത്തെ യൂണിറ്റിൽ വരുന്നത് എൻവിറോൺമെന്റ് എന്നുള്ള സംഭവമാണ്, 8ാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പോൾ ഫാമിലി, കിൻഷിപ്പ് എന്നുള്ള സംഭവമാണ്, 9ാമത്തിലേക്ക് വരുമ്പോൾ സയൻസ്, ടെക്നോളജി എന്നുള്ള സംഭവമാണ്, അവസാനം വരുന്നത് കൾച്ചറാണ്. ആ രീതിയിൽ സൊസൈറ്റിന്റെ ഡിഫറെന്റ് ഡയമെൻഷൻസിനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിൽ വളരെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു സിലബസ് ആണെന്ന് പറയാം. നമ്മൾ തിയറിന്ന് പഠിച്ചു തുടങ്ങി സൊസൈറ്റിന്റെ ഡിഫറെന്റ് ഡയമെൻഷൻസ് സോഷ്യോളജിക്കലി അനലൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിലബസ് ആണ്. പക്ഷെ നിങ്ങൾ ഓർക്കേണ്ടത് നമ്മൾ ഇതൊക്കെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നെറ്റ് എക്സാം എന്ന് പറയുമ്പോൾ എല്ലാതും ഒരു ബേസിക് ലെവലിൽ പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതിൽ 1ാമത്തെ യൂണിറ്റ് സോഷ്യോളജിക്കൽ തിയറീസ് ആണ്. ഇതിനകത്ത് മെയിൻ ആയിട്ട് 26 തിങ്കേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഏറ്റവും ക്ലാസിക്കൽ ആയിട്ടുള്ള സോഷ്യോളജിക്കൽ തിങ്കേഴ്സിനെ മുതൽക്ക് 26 പേരെയാണ് നമ്മൾ അതിൽ പഠിക്കുക, ഇന്ത്യൻ തിങ്കേഴ്സ് അടക്കം. ഓക്കെ, ഈ തിങ്കേഴ്സിനെ കുറിച്ച് മാത്രമല്ല കേട്ടോ ഇതിൽ ക്വസ്റ്റ്യൻസ് വരിക. 26 തിങ്കേഴ്സിനെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നേ ഉള്ളൂ. അതിന്റെ പുറത്തേക്കും ചോദ്യങ്ങൾ വരാം എന്നുള്ളതാണ് NTA ഒരു പ്രത്യേകത. അവര് സിലബസിൽ മാത്രം ഒതുങ്ങി നിൽക്കണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, പിന്നെ ഒരു ഏരിയ എന്ന് പറയുന്നത് റിസർച്ച് മെത്തേഡ് ആണ്. അതിനകത്ത് റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ, മെത്തഡോളജീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും വരുന്നത്. ഓക്കെ, പിന്നെ 3ാമതായിട്ട് വരുന്നത് ബേസിക് കോൺസെപ്റ്റ്സ് ആണ്. ബേസിക് കോൺസെപ്റ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ളതാണ്. നമ്മൾ സോഷ്യോളജി പഠിക്കുമ്പോൾ ഈ ചെറിയ ക്ലാസ് മുതൽക്ക്, +1 മുതൽക്കൊക്കെ പഠിക്കുന്ന സംഭവങ്ങളാണ് ഡിഫറെന്റ് ആയിട്ടുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതേപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള കുറെ കോൺസെപ്റ്റുകൾ നമ്മുടെ സോഷ്യോളജിയിൽ പഠിക്കുന്ന സ്റ്റാറ്റസ്, റോള്, അങ്ങനെയുള്ള കാര്യങ്ങൾ മുതൽക്ക് ഫാമിലി, മാരേജ് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ വരുന്നത്. പിന്നെ റൂറൽ അർബൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വില്ലേജ് ലൈഫും അതുപോലെ തന്നെ അർബൻ ലൈഫും ഏതൊക്കെ രീതിയിലുള്ള ഒരു എവല്യൂഷനിലൂടെയാണ് കടന്നുപോയത്, ഏതൊക്കെ രീതിയിലുള്ള ഒരു ഹിസ്റ്ററിയിലൂടെയാണ് കടന്നുപോയത്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സോഷ്യോളജിക്കൽ സ്റ്റഡീസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കുക. ഓക്കെ, അതായത് റൂറൽ സോഷ്യോളജി എന്നുള്ള ഒരു ബ്രാഞ്ച് തന്നെ ശരിക്കും സോഷ്യോളജിയിൽ ഉണ്ട്. അതേപോലെ അർബൻ സോഷ്യോളജി എന്നുള്ളൊരു ബ്രാഞ്ച് ഉണ്ട്. ഈ അർബൻ സ്റ്റഡീസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അർബൻ സോഷ്യോളജി, റൂറൽ വില്ലേജ് സ്റ്റഡീസുമായി ബന്ധപ്പെട്ടുള്ളതാണ് റൂറൽ സോഷ്യോളജി. അപ്പൊ അതിലൊക്കെ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു റൂറൽ അർബൻ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള യൂണിറ്റിൽ വരുന്നത്. പിന്നെ സ്റ്റേറ്റ് പൊളിറ്റിക്സ് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ളത്, ഇതിനകത്ത് പൊളിറ്റിക്സും അതുപോലെ സ്റ്റേറ്റും ഡെവലപ്മെന്റും ഇതൊക്കെ എങ്ങനെ പരസ്പരം ഇന്റർകണക്റ്റഡ് ആയിട്ടുണ്ടെന്നുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. പൊളിറ്റിക്കൽ സോഷ്യോളജി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. കാരണം നമ്മൾ വോട്ട് ചെയ്യുന്നു, ജനാധിപത്യത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, നമ്മളുടെ ഒരു നാഷണൽ സ്റ്റേറ്റ് എന്നുള്ള കോൺസെപ്റ്റ്, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളാണ് അതിൽ വരാം. ഓക്കെ, പിന്നെ എക്കണോമി ആൻഡ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫ് എക്കണോമി റിലേറ്റഡ് ആണ്. അതിന്റെ ഒരു സോഷ്യൽ ആസ്പെക്ട്, എക്കണോമി, സൊസൈറ്റി, അത് തമ്മിലുള്ള ഒരു ഇന്റർകണക്ഷൻ എങ്ങനെയാണ് വരിക എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊക്കെ ഓൺലൈനിലൂടെ സാധനങ്ങൾ മേടിക്കുന്നവരാണ്, നമ്മളൊക്കെ കടകളിൽ പോയി സാധനങ്ങൾ മേടിക്കുന്നവരാണ്, പല രീതിയിലുള്ള എക്കണോമി റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ എപ്പോഴും കാണുന്നതാണ്. ഇതൊക്കെ എന്താണ് സൊസൈറ്റിയുമായിട്ട് വളരെയധികം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ആ രീതിയിൽ ലേബർ, അതുപോലെ തന്നെ ലേബർ എന്ന് പറയുമ്പോൾ ഒരു നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ള ഒരു ആസ്പെക്ട് ആണ്. അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് ക്യാപിറ്റലിസം, ഗ്ലോബൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരെയുള്ള ടോപ്പിക്കുകൾ ഇതിൽ വരും. ഓക്കെ, പിന്നെ എൻവിറോൺമെന്റ് ആൻഡ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ സോഷ്യൽ സയൻസിനകത്താണെങ്കിലും അതുപോലെ പുറത്താണെങ്കിലും ഒക്കെ ജനറൽ ആയിട്ടുള്ള ഡിസ്കഷൻസിലൊക്കെ ഏറ്റവും അധികം വരുന്ന ഒരു സംഭവമാണ് ഈ ക്ലൈമറ്റ് ചേഞ്ച് പോലെയുള്ള എൻവിറോൺമെന്റൽ ഇഷ്യൂസ്. ഇവിടെ കറണ്ട് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് നമുക്ക് പഠിക്കേണ്ടതുണ്ട്, അതുപോലെ തന്നെ കോൺസെപ്റ്റുകൾ പഠിക്കേണ്ടതുണ്ട്. ഇപ്പൊ എന്താണ് ഒരു എക്കോസിസ്റ്റം, എന്താണ് ഒരു ഫുഡ് ചെയിൻ, എന്താണ് എക്കോട്ടോൺ എന്ന് പറയുന്നത് കോൺസെപ്റ്റുകളാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കോൺസെപ്റ്റുകൾ നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ
ഈ പാരീസ് എഗ്രിമെന്റും അതുപോലെ മോൺട്രിയൽ പ്രോട്ടോകോൾ പോലെയുള്ള ഇന്റർനാഷണൽ സംഭവങ്ങൾ അതും പഠിക്കണം. അപ്പൊ കറണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം, ബേസിക് കോൺസെപ്റ്റുകളും അറിഞ്ഞിരിക്കണം. ഓക്കെ. പിന്നെ ഫാമിലി കിൻഷിപ്പ് ആൻഡ് മാരേജ് എന്നുള്ള ഒരു സെക്ഷനാണ്. ഇതിനകത്ത് ഫാമിലി, മാരേജ്, കിൻഷിപ്പ് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള സോഷ്യോളജിക്കൽ കോൺസെപ്റ്റുകളായിരിക്കും വരുന്നത്. പിന്നെ സയൻസ്, ടെക്നോളജി ആൻഡ് സൊസൈറ്റി എന്നുള്ള യൂണിറ്റ് ആണ്. ഇതിനകത്ത് ടെക്നോളജി എങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റിനെ ട്രാൻസ്ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും വരുന്നത്. പിന്നെ വരുന്നത് കൾച്ചർ ആൻഡ് സിംബോളിക് ട്രാൻസ്ഫോർമേഷൻ. ഇങ്ങനെ 10 യൂണിറ്റ് ആണ് വരുന്നത്. കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള റിച്വൽസ്, റിലീജിയൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക. ഓക്കെ. അപ്പൊ ആ രീതിയിൽ സോഷ്യോളജിക്കൽ തിയറീസ്, റിസർച്ച് മെത്തേഡ്, ബേസിക് കോൺസെപ്റ്റ്സ്, റൂറൽ അർബൻ സോഷ്യോളജി, സ്റ്റേറ്റ് പൊളിറ്റിക്സ് ആൻഡ് ഡെവലപ്മെന്റ്, എക്കണോമിക് സൊസൈറ്റി, എൻവിറോൺമെന്റ്, ഫാമിലി കിൻഷിപ്പ്, സയൻസ്, ടെക്നോളജി, കൾച്ചർ. ഇത്രയും ടോപ്പിക്കുകളാണ് നമുക്ക് സിലബസിന്റെ ഭാഗമായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ. ഇതിൽ ഏറ്റവും സ്കോറിംഗ് ആയിട്ടുള്ള യൂണിറ്റുകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 3 യൂണിറ്റുകളാണ്. ഈ 3 യൂണിറ്റുകൾ ഏറ്റവും തറവായിട്ട് പഠിക്കാനായിരിക്കണം നമ്മുടെ ഒരു പ്രയോറിറ്റി. കാരണം ഇതിൽ ഏറ്റവും അധികം ചോദ്യങ്ങൾ വരെ ഒന്നാമത്തെ യൂണിറ്റ് എന്നാണ്. അതുപോലെ ഈ രണ്ടാമത്തെ യൂണിറ്റും കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പാർട്ടാണ്. അത് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഈ 3 യൂണിറ്റുകൾ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് നിങ്ങൾ കാണാം. ഓക്കെ. ഇത് 3 നമ്മൾ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് പഠിക്കാനുള്ള ഒരു കോൺഫിഡൻസും ഒരു ക്ലാരിറ്റിയും ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യുള്ളൂ. കാരണം അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഒന്നാമത്തെ യൂണിറ്റ് അത്ര ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാമത്തെ യൂണിറ്റിൽ വരുന്ന തിയറീസ് ആണ് സോഷ്യോളജിന്റെ തന്നെ ഫൗണ്ടേഷണൽ ആയിട്ടുള്ള തിയറീസ്. ഓക്കെ. പിന്നെ ഒരു കാര്യമുള്ളത്, നമുക്ക് പേപ്പർ 1, പേപ്പർ 2 ഇങ്ങനെ 2 പേപ്പേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ ഈ പേപ്പറിൽ ഓവർലാപ്പ് ചെയ്ത് വരുന്ന 2 യൂണിറ്റുകളാണ് യൂണിറ്റ് 2 അതുപോലെ യൂണിറ്റ് 7. യൂണിറ്റ് 2 എന്ന് പറയുമ്പോൾ റിസർച്ച് മെത്തേഡ് ആണ്. റിസർച്ച് മെത്തേഡ് ഈ പേപ്പർ 1ലും വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പേപ്പർ 1ലുള്ള റിസർച്ചും പേപ്പർ 2ലുള്ള റിസർച്ചും കമ്പൈൻ ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ എൻവിറോൺമെന്റ് എന്നുള്ള ടോപ്പിക്കും പീപ്പിൾ അങ്ങനെ ഒരു ടോപ്പിക് ഇല്ല, എന്തായിരുന്നു പീപ്പിൾ ഹെഡിങ് മറന്നുപോയി. ഓക്കെ. അപ്പൊ എൻവിറോൺമെന്റ് പേപ്പർ 1ലുണ്ട്. അപ്പൊ ആ ഒരു ടോപ്പിക്ക് നമ്മൾ ഇവിടെ കണക്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ. ഓക്കെ. പിന്നെ ഇത് യൂണിറ്റ് വൈസ് ഷെയർ ആണ് ക്വസ്റ്റ്യൻസിന്റെ. ഇത് ഇങ്ങനെ തന്നെ വരണം എന്ന് നിർബന്ധമല്ല കേട്ടോ. ഇതിനകത്ത് ചേഞ്ചസ് വരാം. അതായത് ഇത് ഏകദേശം ഒരു റേഞ്ച് മാത്രമാണ്. ഇതിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒന്നാമത്തെ യൂണിറ്റിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരിക എന്നുള്ളതാണ്. ഏകദേശം ഒരു 30ഓളം ചോദ്യങ്ങൾ എല്ലാ വർഷവും ഇതിൽ നിന്നാണ് വരാറുള്ളത്. ഇപ്പൊ ഏകദേശം ഒരു റേഞ്ച് എന്നുള്ള രീതിയിലാണ് 25-26 കൂടുതലുള്ളത്. അതുപോലെ തന്നെ യൂണിറ്റ് 2ന്ന് ഒരു 15ഓളം ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. ചിലപ്പോൾ അത് മാറാം, പക്ഷെ ഏകദേശം നമ്മൾ ഇത്ര പ്രതീക്ഷിക്കണം. ഓക്കെ. ഇതൊരു റേഞ്ചാണ് കേട്ടോ. കറക്റ്റ് ഇത് കൂട്ടി നോക്കിയാണ്ട് 100ൽ കൂടുതൽ ഉണ്ടല്ലോ എന്ന് പറയരുത്. ഏകദേശം ഒരു റേഞ്ചാണ് പറയുന്നത്. ഓക്കെ. അതേപോലെ യൂണിറ്റ് 3ന്ന് ഒരു 10-12 രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. യൂണിറ്റ് 4ന്ന് ഒരു ചില സമയത്ത് കുറവായിരിക്കും, ചില സമയത്ത് കൂടുതലായിരിക്കും. ഓക്കെ. അപ്പൊ ഈ രീതിയിൽ ഏറ്റവും കൂടുതൽ വരുന്നത് യൂണിറ്റ് 1 ആണെന്നുള്ളത് പ്രത്യേകം ഓർക്കുക. ഓക്കെ. പിന്നെ ചില യൂണിറ്റുകളൊക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇപ്പൊ യൂണിറ്റ് 6, യൂണിറ്റ് 7 ഒക്കെ കമ്പാരിറ്റീവ്ലി ക്വസ്റ്റ്യൻസ് കുറവാണ് വരാറുള്ളത്. അത് പഠിക്കാനും അധികം ഇല്ല. ഓക്കെ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം യൂണിറ്റ് 1 ഇസ് ദ കിങ് എന്നുള്ളതാണ്. കാട്ടിലെ രാജാവ് ആരാണ്? സിംഹമാണല്ലേ. സിംഹം അത്രയും ഡോമിനന്റ് ആയിട്ടുള്ള ഒരു അനിമലാണ്. അതേപോലെ നമ്മളുടെ 10 യൂണിറ്റിൽ ഏറ്റവും ഡോമിനന്റ് ആയിട്ടുള്ളത് ആരാണ്? ഹൂ ഇസ് ദ ലയൺ ഇൻ ദി സോഷ്യോളജി? ആരാണ് സിംഹം? ആരാണ്? ഏത് യൂണിറ്റ് ആണ്? യൂണിറ്റ് 1 ആണ് കേട്ടോ. ഞാനിങ്ങനെ സിംഹത്തിന്റെ ഒക്കെ ഫോട്ടോ കൊടുത്തത് കുറച്ച് കളറാക്കിയത് നിങ്ങളെ മൈൻഡിൽ അത് പതിയാൻ വേണ്ടിയിട്ടാണ്. കാരണം പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഏത് യൂണിറ്റ് പഠിക്കണം, ഏത് യൂണിറ്റിന് കൂടുതൽ ടൈം കൊടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ മൈൻഡിൽ ഇത് ക്ലിയർ ആയിരിക്കണം. യൂണിറ്റ് 1 ആണ് കിങ്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം കൊടുക്കേണ്ടത് യൂണിറ്റ് 1-നാണെന്ന് നിങ്ങളെ മൈൻഡിൽ ക്ലിയർ ആയിരിക്കണം. അതിനകത്ത് യാതൊരു ഡൗട്ട് ഉണ്ടാവരുത്. കാരണം യൂണിറ്റ് 1 നിങ്ങൾ ഏറ്റവും തറവായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബാക്കിയുള്ളതൊക്കെ അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ഈവൻ നമ്മുടെ ഐഫറിന്റെ കോഴ്സിലാണെങ്കിലും നമ്മൾ റെക്കോർഡഡ് വീഡിയോസ് സ്പെഷ്യലായിട്ട് കൊടുക്കുന്നത് ഈ ഒരു യൂണിറ്റിന് വേണ്ടി മാത്രമാണ്. ബാക്കിയുള്ള എല്ലാ യൂണിറ്റുകളും ലൈവിലൂടെ എല്ലാ ക്ലാസ്സുകളും പിന്നെ ലൈവിന്റെ റെക്കോർഡിംഗ് ഉണ്ടാവാം. പക്ഷെ സ്പെഷ്യലായിട്ട് കുറച്ച് ക്ലാസ്സുകൾ എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ ഒരു യൂണിറ്റിന് വേണ്ടി മാത്രമാണ്. കാരണം നമ്മളിത് എത്ര ലൈവിലൂടെ എടുത്താലും തീരാത്ത അത്രയും കാര്യങ്ങൾ അതിലുണ്ടാവും. അപ്പൊ പിന്നെ അത് റെക്കോർഡ് ചെയ്ത് വെച്ച് വേറെ കൊടുക്കുക എന്നുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ
എടുത്തിട്ടുള്ളത്. കാരണം അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏറ്റവും തറവായിട്ട് കവർ ചെയ്താൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള യൂണിറ്റുകളും ഉഷാറായിട്ട് പഠിക്കാനും നല്ല രീതിയിൽ സ്കോർ ചെയ്യാനും പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ യൂണിറ്റ് 1 ഇസ് ദ കിങ് എന്നുള്ളത് ഒരിക്കലും നിങ്ങൾ മറക്കരുത്. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എപ്പോഴും എല്ലാ യൂണിറ്റിനും ഒരേ വെയിറ്റേജ് എന്നുള്ളത് ഒരിക്കലും ചെയ്യരുത്. ആദ്യത്തെ 3 യൂണിറ്റിന് കൂടുതൽ വെയിറ്റേജ് കൊടുക്കുക. അതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് എപ്പോഴും കൊടുക്കേണ്ടത് ഒന്നാമത്തെ യൂണിറ്റിനാണ്. ഒന്നാമത്തെ യൂണിറ്റ് നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാവും. ഓക്കെ, അടുത്തൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ എപ്പോഴും JRF വേണ്ടിയിട്ട് തന്നെ എയിം ചെയ്യുക കേട്ടോ. അതായത് ഇപ്പോൾ ഇനി പ്രിപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നെറ്റ് കിട്ടിയാൽ മതി എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഒഴിവാക്കിയിട്ട് എനിക്ക് എന്തായാലും JRF വേണം എന്ന രീതിയിൽ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ എയിം സെറ്റ് ചെയ്യുക. നമ്മളെപ്പോഴും ഹൈ ആയിട്ടുള്ള ഒരു എയിം സെറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഗ്രോ ചെയ്യും. അല്ലെ, ഇപ്പൊ നിങ്ങൾക്ക് JRF വേണം, JRF കിട്ടാന്നുള്ള അത്രയും ഒരു ഇമ്പോർട്ടന്റ് ആണ് എന്ന് നിങ്ങളെ സ്വയം നിങ്ങൾ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു എഫേർട്ട് ആയിരിക്കും എടുക്കുക. ഓക്കെ, ഇപ്പോ ചില സ്റ്റുഡൻസ് ഇപ്പൊ നമ്മളെടുത്ത് വരുമ്പോൾ പറയും എനിക്ക് എന്തായാലും ഇത്തവണ JRF കിട്ടണം എന്നൊക്കെ പറയും. പിന്നെ നമ്മൾ അവരെ മെന്ററിംഗ് കോളിനൊക്കെ വേണ്ടിയിട്ട് വിളിക്കുന്ന സമയത്ത് നമ്മൾ അവരോട് പറയും നീയല്ലേ പറഞ്ഞ എന്തായാലും JRF കിട്ടണം, അപ്പൊ അതിനനുസരിച്ച് നീ പഠിക്കണ്ടോ, അങ്ങനെയാണ് നമ്മൾ ചോദിക്കുക. ചില ആൾക്കാരും ഇത്തവണ കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത തവണ കിട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ലേസി ആയിട്ടായിരിക്കും വരിക. അപ്പോ ഓൾറെഡി എന്താണ് ഇത്തവണ കിട്ടണം എന്ന് തന്നെ നിർബന്ധമില്ല, അടുത്ത തവണ കിട്ടിയാൽ മതി. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പഠനം ലാഗ് ആവുകയാണ് ചെയ്യുക. നമ്മൾ വിചാരിക്കേണ്ട എന്താണ്, എനിക്ക് ഇത്തവണ തന്നെ കിട്ടണം, അത് JRF കിട്ടണം. ആ രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്തവണ തന്നെ കിട്ടണം, JRF കിട്ടണം. അല്ലാതെ എനിക്ക് ഇത്തവണ കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത തവണ കിട്ടിയാൽ മതി, നെറ്റ് മതി, JRF ഇല്ലെങ്കിലും പ്രശ്നമില്ല, ഇത്തവണ നെറ്റ് അടുത്ത തവണ JRF, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. നിങ്ങൾ JRF മാത്രം ലക്ഷ്യമാക്കുക, ഇത്തവണ തന്നെ കിട്ടണം എന്ന് വിചാരിച്ച് പഠിക്കുക. അപ്പോ എന്ന് വെച്ചാൽ എല്ലാവർക്കും കിട്ടുമോ? ഇല്ല, അതാണ് അതിന്റെ സത്യം. അല്ലെ, എല്ലാവർക്കും JRF കിട്ടുമെന്ന് ഞാനും പറയുന്നില്ല. പക്ഷെ നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ നല്ലോണം എഫേർട്ട് എടുത്ത് പഠിച്ച് എന്താ പറയാ, എഫേർട്ട് എടുത്ത് പഠിച്ച് നിങ്ങൾക്ക് ആ ഒരു റിസൾട്ടിലേക്ക് എത്താൻ പറ്റിയിട്ടില്ലെങ്കിലും നെക്സ്റ്റ് ടൈം നിങ്ങൾ എഴുതുന്ന സമയത്ത് ആ ഒരു എഫേർട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ തവണ നമ്മളുടെ ബാച്ചിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റുഡന്റ്, ഞാൻ 2 സ്റ്റോറി പറയാം. ഒന്ന് ശരത്ത്, ഒന്ന് വിജയർ. ഇപ്പൊ നിങ്ങൾക്ക് ഇനി ഐഫറിന്റെ ചാനലിൽ അവരുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് കാണാം. ശരത്ത് കഴിഞ്ഞ തവണ വന്ന് നെറ്റ് കിട്ടി. അപ്പൊ ഇത്തവണ എന്തായാലും JRF ആണെന്ന് അവന് വാശിയായിരുന്നു. ഇത്തവണ അവൻ JRF കൊണ്ടുപോയി. ഓക്കെ, നമ്മുടെ 2 JRF ഒരാളാണ്. അടുത്ത ഒരാള് ബുജേർ. ഈ ബുജേർ എന്നുള്ള കക്ഷി ഇന്റഗ്രേറ്റഡിലേക്ക് അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഡിസംബർ ബാച്ചിൽ തന്നെ JRF മേടിച്ചു പോയി. അപ്പൊ എന്താണ് JRF ഇപ്പൊ ഇവർ 2 പേരിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു ക്വാളിറ്റി എന്താ വെച്ചാൽ ഇത്തവണ തന്നെ കിട്ടണം എന്നുള്ള വാശിയാണ്. അതും JRF കിട്ടണം എന്നുള്ള വാശിയാണ്. അവർക്ക് അത് കിട്ടുകയും ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ തന്നെ നമ്മുടെ സ്റ്റുഡൻസിന്റെ അടുത്ത് കാണുന്ന ഒരു കാര്യമാണ്. JRF കിട്ടണം, ഇത്തവണ കിട്ടണം എന്ന് പറഞ്ഞു വരുന്ന കുട്ടികൾ അത് കിട്ടിയിട്ട് പോകുന്ന നമ്മൾ കാണുന്നത്. നേരെ മറിച്ച് ഇങ്ങനെ ലേസി ആയിട്ട് അടുത്ത തവണ കിട്ടിയാൽ മതി അങ്ങനത്തെ മൈൻഡോടുകൂടെ വരുമ്പോ തന്നെ എന്താണ് അത് നെഗറ്റീവാണ്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ എപ്പോഴും നമ്മുടെ ലക്ഷ്യം ഹൈ ആയിരിക്കുക, JRF വേണം എന്ന് ഉറപ്പിക്കുക. അതുപോലെ ഇത്തവണ തന്നെ കിട്ടണമെന്നും ഉറപ്പിക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ അപ്രോച്ച് എപ്പോഴും ഒരു ബാലൻസ്ഡ് ആയിരിക്കണം. പല രീതിയിലുള്ള ബാലൻസ് ഉണ്ടാവും. ഒന്നാമത്തേത് നമ്മുടെ പേപ്പർ 1 പേപ്പർ 2 തമ്മിലുള്ള ബാലൻസ് ആണ്. അല്ലെ, ഇപ്പൊ ഈ ഒരു പിക്ചർ നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ 1 2 ഉണ്ട്. ഇതിൽ ഒന്നെടുത്താൽ എന്ത് സംഭവിക്കും? ഈ പേപ്പർ 1 എന്നുള്ളത് ഒരു കല്ലും പേപ്പർ 2 എന്നുള്ളത് ഒരു കല്ലോ എന്ന് വിചാരിക്കുക. അതിൽ ഒരു കല്ല് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭാരം കൂടെ കുറയോ അതിന്റെ ബാലൻസ് തെറ്റോ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ആൾക്ക് എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കുക? ഒന്നും സംഭവിക്കൂലേ? അല്ലേ, വീണ് പോകൂലേ? അതെന്താണ്, ബാലൻസ് തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ വീണു പോകും. ആ ജീവിതത്തിന്റെ ഒരു ജനറൽ പ്രിൻസിപ്പിൾ ആണ്. എപ്പോഴും നമുക്ക് ബാലൻസ് ആവശ്യമാണ്. അല്ലെ, നമ്മുടെ പേഴ്സണൽ ലൈഫും നമ്മുടെ അക്കാഡമിക്സും തമ്മിൽ ബാലൻസ് ആവശ്യമാണ്. അതുപോലെ നമ്മുടെ വർക്ക് ലൈഫും തമ്മിൽ വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പൊ അതില് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബാലൻസ് പേപ്പർ 1 പേപ്പർ 2 തമ്മിലാണ്. നിങ്ങൾ പേപ്പർ 2 അടിപൊളിയായിട്ട് പഠിച്ചു, പേപ്പർ 1 പഠിച്ചില്ല, പേപ്പർ 2 നല്ലോണം സ്കോർ ചെയ്തു, പേപ്പർ 1 സ്കോർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ക്ലിയർ ചെയ്യില്ല. അപ്പോ പേപ്പർ 1 പേപ്പർ 2 രണ്ടും ബാലൻസ് ചെയ്തുകൊണ്ട് പോവാ.
അതുപോലെ നിങ്ങളുടെ ഒരു പേഴ്സണൽ ലൈഫും അതുപോലെ പഠനവും രണ്ടും ബാലൻസ് ചെയ്തുകൊണ്ട് എല്ലാ രീതിയിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും പഠനത്തിന്റെ കാര്യത്തിലാണെങ്കിലും പഠനത്തിൽ തന്നെ പേപ്പർ 1ഉം പേപ്പർ 2ഉം തമ്മിലുള്ള കാര്യത്തിലാണെങ്കിലും ഒക്കെ എപ്പോഴും ഒരു ബാലൻസ് ആവശ്യമാണ്. അതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള യൂണിറ്റുകൾ നമ്മൾ പഠിക്കുമ്പോഴാണെങ്കിലും ആ ഒരു ബാലൻസ് വേണം. ഇപ്പോൾ ചില യൂണിറ്റുകൾ നിങ്ങൾ ഉഷാറായി പഠിച്ചിട്ടുണ്ട്, ചില യൂണിറ്റ് ഒന്നും പഠിച്ചിട്ടില്ല. അതെന്താണ്? ഒരു ബാലൻസ് ഇല്ലാത്ത പഠനമാണ്. എല്ലാ യൂണിറ്റുകളും പഠിക്കുക, അതിൽ ഇമ്പോർട്ടന്റ് ആയത് കൂടുതൽ പഠിക്കുക, ഇമ്പോർട്ടന്റ് അല്ലാത്ത കുറച്ച് പഠിക്കുക. അപ്പൊ അവിടെ ഒരു ബാലൻസ് എപ്പോഴും കീപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഓക്കെ, കാരണം ഇങ്ങനെയുള്ള എക്സാമുകളിലൊക്കെ ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് എല്ലാ യൂണിറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെങ്കിൽ 2 പേപ്പറിൽ സ്കോർ ചെയ്യണം. 2 പേപ്പറിൽ സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ആ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ നിർബന്ധമാണ്. ഓക്കെ, പിന്നെ ഒരു കാര്യമുള്ളത് കൺസിസ്റ്റൻസി ആണ്. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമായിരിക്കും. നിങ്ങൾ സ്വയം ആലോചിച്ച് നോക്കുക, നിങ്ങൾ എത്രത്തോളം കൺസിസ്റ്റന്റ് ആണെന്നുള്ളത്. കൺസിസ്റ്റന്റ് അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ആലോചിക്കുകയും അതിനനുസരിച്ച് നിങ്ങളുടെ കൺസിസ്റ്റൻസി ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യാം. കാരണം നമ്മളിപ്പോൾ ചില ദിവസം 10 മണിക്കൂർ പഠിക്കുന്നു, അടുത്ത ദിവസം 2 മണിക്കൂർ പഠിക്കുന്നു, അത് കൺസിസ്റ്റന്റ് അല്ല. അപ്പൊ നിങ്ങൾ 10 മണിക്കൂർ പഠിച്ചു എന്ന് പറഞ്ഞാൽ ഭയങ്കര അഭിമാനമേ ഉള്ളൂ. നെക്സ്റ്റ് നിങ്ങൾ 2 മണിക്കൂറാണ് പഠിക്കുന്നെങ്കിൽ ആ 10 മണിക്കൂർ പഠിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. നേരെ മറിച്ച് നിങ്ങൾ വിചാരിക്കുകയാണ് ഞാൻ എല്ലാ ദിവസവും 4 മണിക്കൂർ വെച്ച് പഠിക്കും, എന്നിട്ട് ഒരു 2 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ 4 മണിക്കൂർ വെച്ച് പഠിച്ചു നോക്കിയേ, അപ്പൊ അത് നിങ്ങൾക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ടാർഗറ്റ് ഒന്നും വെക്കാതെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന എത്രയും നോക്കിയിട്ട് അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാനാണ് നോക്കേണ്ടത്. അതുപോലെ തന്നെ ചില കാര്യങ്ങളുണ്ട്. ഇപ്പോ നോട്ട് ഉണ്ടാക്കുക, അതുപോലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, PYQ നോക്കുക, അതൊക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ ചെയ്യണം. ഇപ്പൊ നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്തു, പിന്നെ എക്സാമിന്റെ തലേന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, അപ്പൊ കുറെ മാസങ്ങൾ നിങ്ങൾ ക്വസ്റ്റ്യനേ ചെയ്യുന്നില്ല, അപ്പൊ അത് കൺസിസ്റ്റന്റ് അല്ല. പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ കൂടി ചേർന്നതാണ്. അതിലെല്ലാത്തിലും ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവുക എന്നുള്ളത് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ള കാര്യം PYQ ആണ്. നമുക്കൊരു സിലബസ് തന്നിട്ടുണ്ട്, സിലബസിന്റെ കൂടെ PYQ ഉണ്ട്. ഈ സിലബസും PYQ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ മാത്രമാണ് നമുക്ക് ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു മാപ്പ് കിട്ടുള്ളൂ. ഓക്കെ, അല്ലാതെ ഇപ്പൊ നിങ്ങൾ സിലബസ് മാത്രം നോക്കി കഴിഞ്ഞാൽ സിലബസ് അത്ര ക്ലാരിറ്റി ഒന്നും ഇല്ല, സിലബസിന്റെ പുറത്തുള്ള കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ സിലബസും വേണം, PYQ വേണം. ഇത് രണ്ടും കൂടി മനസ്സിലാക്കിയ ഒരാൾക്ക്, രണ്ടിനെ കുറിച്ച് ഫെമിലാരിറ്റി ഉള്ള ഒരാൾക്ക് മാത്രമേ ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ക്ലാരിറ്റി, ഒരു മാപ്പ്, ഗൂഗിൾ മാപ്പിൽ നമ്മുടെ ലൊക്കേഷൻ കാണിക്കുന്ന പോലെ ഈ വഴിക്കാണ് ഞാൻ പോകേണ്ടത് എന്നുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് നിങ്ങൾ PYQ ചെയ്യുന്നില്ല, സിലബസ് ആയിട്ട് ഫെമിലിയർ അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ സിലബസ് പ്ലസ് PYQ ആണ് നമ്മുടെ സക്സസിലേക്കുള്ള ഒരു മാപ്പ് അല്ലെങ്കിൽ ഒരു റോഡ് മാപ്പ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ PYQ നല്ലോണം ഫോക്കസ് ചെയ്യണം. പിന്നെയുള്ള ഒരു കാര്യം, നമുക്ക് നോളജ് മാനേജ്മെന്റ് പ്ലാൻ ഉണ്ടാവണം എന്നുള്ളതാണ്. നോളജ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോളജ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് എത്രത്തോളം അറിയാം, എത്രത്തോളം അറിയില്ല, നമ്മുടെ അറിവാണല്ലേ നോളജ് മാനേജ്മെന്റ്. ഞാൻ നോളജ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ മാത്രമാണ് പറയുന്നത്. അതായത് അല്ലാതെ നിങ്ങളെ മൊത്തത്തിലുള്ള ഒരു ആ രീതിയിൽ നമുക്ക് പറയാം, പക്ഷെ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആണ്. അതായത് ഇപ്പൊ നമുക്കൊരു 100 ടോപ്പിക്ക് പഠിക്കാനുണ്ടെങ്കിൽ ആ 100 ടോപ്പിക്കിൽ എത്ര ടോപ്പിക്ക് എനിക്ക് അറിയാം, എത്ര ടോപ്പിക്ക് എനിക്ക് അറിയില്ല എന്നത് ഓരോരുത്തർക്കും ഒരു ക്ലാരിറ്റി വേണം, അല്ലെ? ഇപ്പൊ എനിക്കറിയാം ഞാനൊരു 80 ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ട്, 20 ടോപ്പിക്ക് പഠിക്കാനുണ്ട്. അതെന്താണ്? ഐ ആം മാനേജിങ് മൈ നോളജ്. ഐ നോ ദാറ്റ് ഐ ഹാവ് സ്റ്റഡിഡ് ഓൺലി 80 ടോപ്പിക്സ്, 20 ടോപ്പിക്സ് ആർ ലെഫ്റ്റ്. അപ്പൊ ആ 20 ടോപ്പിക്സ് പഠിക്കാൻ വേണ്ടിയിട്ട് എത്ര സമയം വേണം എന്ന് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ഞാൻ എന്തെല്ലോ പഠിച്ചിട്ടുണ്ട്, കുറേ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഇതിൽ ഇനി എത്ര ടോപ്പിക്കാ പഠിക്കാനുള്ളതെന്ന് അറിയില്ല. അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാല് നമ്മൾ വിചാരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്, പക്ഷെ എക്സാമിന്റെ തലേന്നായിരിക്കും അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് സീരീസ് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാക്കുക ഇതിൽ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കാത്തതാണ്. അപ്പൊ നമ്മൾ പഠിക്കാത്ത എന്തൊക്കെയാന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് എത്തുന്ന സമയത്ത് നമ്മൾക്കത് ഭയങ്കര എന്താ പറയുക, ഒരു ഷോക്ക് ആയിരിക്കും. നേരെ മറിച്ച് ഇപ്പൊ നിങ്ങൾ 10 പഠിച്ചിട്ടുള്ളെങ്കിൽ 10 ഞാൻ പഠിച്ചിട്ടുള്ളൂ എന്ന് സ്വയം ഒരു ബോധം ഉണ്ടാവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതായത് വാട്ട് ഗെറ്റ് മെഷേർഡ് ക്യാൻ ബി മാനേജ്ഡ്, വാട്ട് ഗെറ്റ് മാനേജ്ഡ് ക്യാൻ ബി ഇംപ്രൂവ്ഡ് എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, എത്രത്തോളം പഠിക്കാനുണ്ട് എന്നത് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിനെ മാനേജ് ചെയ്യാനും ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും. നേരെ മറിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു ധാരണ ഇല്ല നിങ്ങൾ എത്ര പഠിച്ചിട്ടുണ്ട് എന്നുള്ളത്, അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇനിയിപ്പോ സപ്പോസ് നിങ്ങൾക്ക് ഒരു മാസം സമയമുണ്ട്, രണ്ട് മാസം നിങ്ങൾ പഠിച്ചു, ഇനി 1 മാസം കൂടി സമയമുണ്ട്.
അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കണം, ഇനിയിപ്പോ ഞാൻ എന്തൊക്കെയാ പഠിക്കുക. അപ്പൊ എന്തൊക്കെ പഠിക്കണം എന്ന് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഓരോ ടോപ്പിക്കിന് ഇത് പഠിക്കാം ഇത് പഠിക്കാം എന്ന് ചിന്തിക്കുമ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പഠിക്കണം തീരുമാനിക്കുന്നത്? നിങ്ങളുടെ ഒരു തോന്നലാണ് അല്ലേ? നേരെ മറിച്ച് ആ 2 മാസം എന്താണ് പഠിച്ചതെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയെങ്കിൽ, ഈ 2 മാസം ഇത്രയും ടോപ്പിക്ക് ഞാൻ പഠിച്ചു, ഇനി എനിക്ക് ഇത്ര ടോപ്പിക് കൂടി ഉണ്ട്, അപ്പൊ ഞാൻ ഒരു 20 ദിവസം കൊണ്ട് ഈ ടോപ്പിക്ക് കൂടി കവർ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ടോപ്പിക്ക് കവർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ബാക്കിയുള്ള 10 ദിവസം റിവിഷന് വേണ്ടി സ്പെൻഡ് ചെയ്യാം. അപ്പൊ ആ 10 ദിവസം റിവിഷന് വേണ്ടി സ്പെൻഡ് ചെയ്യാമെന്ന് അറിയുന്ന എന്തുകൊണ്ടാണ്? ഇത്ര ടോപ്പിക് കൂടെ പഠിക്കാനുള്ളൂ എന്നും അത് ഇത്ര സമയം കൊണ്ട് തീർക്കാൻ പറ്റും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ്. ആ രീതിയിൽ നമുക്ക് നമ്മളുടെ ഒരു നോളജിനെ മാനേജ് ചെയ്യാനുള്ള ഒരു ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. ഓക്കെ, അതർവൈസ് നമ്മൾ ഭയങ്കര എന്താ പറയാ, നമ്മൾ കുറെ പഠിച്ചിട്ടുണ്ട്, ഇനി എന്തൊക്കെയോ പഠിക്കാനുണ്ട്, പിന്നെ ഇനിയിപ്പോ ഒരു മാസം ഉള്ളു സമയം എന്നൊക്കെ പറയുമ്പോൾ എന്താ പഠിക്കേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ വളരെ വേഗമായിട്ടായിരിക്കും ചിന്തിക്കുന്നത്. അപ്പൊ ആ ഒരു വേഗിനെസ് ഇല്ലാതെ ക്ലാരിറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്ലാൻ എപ്പോഴും ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ നേരത്തെ പറഞ്ഞ സംഭവമാണ് നമ്മൾ കൺസിസ്റ്റന്റ് ആവുക എന്ന് പറഞ്ഞ സമയത്ത് പറഞ്ഞല്ലോ, നമ്മൾ എപ്പോഴും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ആണ് സെറ്റ് ചെയ്യേണ്ടത്. ഓരോ ആൾക്കാർക്കും സിറ്റുവേഷൻസ് ഡിഫറെന്റ് ആയിരിക്കും അല്ലെ? ഇപ്പൊ ഈ ഒരു കൂട്ടത്തിൽ മാരീഡ് ആയവരും കുട്ടികളുള്ളവരും ഉണ്ടാവും, അതേപോലെ PG പഠിക്കുന്ന ഹോസ്റ്റലിൽ താമസിക്കുന്നവരുണ്ടാവും, വർക്ക് ചെയ്യുന്നവരുണ്ടാവും, അതേപോലെ ഡിഫറെന്റ് ഹെൽത്ത് സിറ്റുവേഷൻസിലൂടെ പോകുന്നവരുണ്ടാവും. അങ്ങനെ പല സിറ്റുവേഷനിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് കൊണ്ട് നമുക്ക് എത്ര ടൈം കിട്ടും എന്നുള്ളതാണ് നോക്കേണ്ടത് അല്ലെ? ഇപ്പോ എന്റെ ഒരു സ്റ്റുഡന്റ് ഉണ്ട്, അവരെന്നോട് പറയുന്നത് എന്താ വെച്ചാല് അവരുടെ അവരുടെ കുട്ടി 10ാം ക്ലാസ് പരീക്ഷ എഴുതാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടിന്റെ പഠനം കഴിഞ്ഞിട്ടേ ഇവർക്ക് പഠിക്കാൻ പറ്റുള്ളൂ അല്ലെ? സ്വാഭാവികമായിട്ടും മോള് 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു അമ്മേനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിന്റെ എഡ്യൂക്കേഷൻ ആയിരിക്കും അവർ പ്രയോറിറ്റൈസ് ചെയ്യുക. ഇതേ രീതിയിൽ നമ്മളുടെ സിറ്റുവേഷൻ നമ്മൾ നോക്കിയിട്ട് നമുക്ക് എത്ര ടൈമാണ് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് തീരുമാനിക്കുക. ഇപ്പൊ ഒരാൾക്ക് 2 മണിക്കൂർ പറ്റുള്ളെങ്കിൽ ആ 2 മണിക്കൂറിനെ ഏറ്റവും എഫക്റ്റീവ് ആക്കാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ 2 മണിക്കൂർ മാത്രം കിട്ടുന്ന ഒരാള് ഞാൻ 5 മണിക്കൂർ പഠിക്കുന്നില്ലല്ലോ എന്ന് വിഷമിച്ചിട്ട് കാര്യമില്ല. ആ 2 മണിക്കൂറിനെ ഏറ്റവും എഫക്റ്റീവ് ആക്കാനാണ് നോക്കേണ്ടത്. അതേപോലെ അതിൽ കൂടുതൽ സമയം എങ്ങനെ പഠിക്കാൻ പറ്റും, എങ്ങനെ കൂടുതൽ സമയം കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് നോക്കേണ്ടത്. ഓക്കെ, എപ്പോഴും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര തിരക്കിനിടയിലും പോസിബിൾ ആവും. ഇപ്പൊ 2023 ഡിസംബറിൽ ഐഫറിന്ന് JRF നേടിയിട്ടുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഫർഹാനെ ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നൊരു വീഡിയോ നമ്മുടെ ഐഫറിന്റെ ചാനലിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അവർ പറയുന്നുണ്ട് അവർക്ക് ഈ എക്സാം ചെയ്യുന്ന സമയത്ത് ഒരു അന്നത്ര വയസ്സ് ഒരു വയസ്സ് അവര് വീട്ടിൽ അവരുടെ ഹസ്ബൻഡിന്റെ ഫാദർ 80 വയസ്സ് എങ്ങാണ്ട് കഴിഞ്ഞിട്ടുള്ള ആളാണ്. അന്ന് ഞങ്ങൾ അവിടെ ഇന്റർവ്യൂ ചെയ്യാൻ പോയ സമയത്ത് അവരെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പ്രായമായിട്ടുള്ള ഹസ്ബൻഡിന്റെ പാരന്റ്സ് പ്രായമായിട്ടുള്ള ആൾക്കാര്, കുട്ടിക്ക് 1 വയസ്സ്, ഇങ്ങനെയുള്ള ഒരു വീട്ടിലുള്ള എന്താ പറയാ ഒരു പെൺകുട്ടിന്റെ ലൈഫ് എന്തായിരിക്കും? അപ്പൊ ഈ പാരന്റ്സിനെ നോക്കണം, കുട്ടീനെ നോക്കണം, പക്ഷെ അതിന്റെ ഇടയിൽ പഠിച്ചിട്ടാണ് ആള് JRF മേടിച്ചത്. ഓക്കെ, അപ്പോ നമ്മുടെ സിറ്റുവേഷൻ എന്താന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്ലാന് സെറ്റ് ചെയ്യാം. ഇപ്പൊ എന്റെ സിറ്റുവേഷൻ ഇതാണ് അല്ലേ, നമ്മുടെ കുട്ടിയാണ്, നമ്മുടെ കുട്ടിനെ നമ്മൾ തന്നെ നോക്കണ്ടേ, നമ്മൾ അതിനെ പഴിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു പ്ലാന് സെറ്റ് ആക്കുക. അതേസമയം തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ദിവസം 10 മണിക്കൂറും 12 മണിക്കൂറും ഒക്കെ ഇരുന്ന് പഠിക്കുന്നവരും നമ്മളെ കോഴ്സിലുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറെ പരിപാടികളൊന്നും ഇല്ല, ഇപ്പൊ അവർ ഇതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ പഠിക്കുക. ഓക്കെ, അപ്പൊ എപ്പോഴും നമ്മുടെ സിറ്റുവേഷൻ മനസ്സിലാക്കിക്കൊണ്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ടൈം ടേബിൾ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. 2 മണിക്കൂറേ നിങ്ങൾക്ക് കിട്ടുള്ളെങ്കിൽ 10 മണിക്കൂറിന്റെ ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് വെറുതെ ഗിൽറ്റ് അടിച്ച് വെറുതെ ഡിസപ്പോയിന്റഡ് ആവണ്ട. നിങ്ങൾക്ക് കിട്ടുന്ന ടൈം എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, ആ സമയത്തിന് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തേണ്ടത് നോക്കുക. അല്ലാതെ മറ്റുള്ളവർ ചെയ്യുന്നത് നോക്കിയിട്ട് നമ്മൾ കമ്പയർ ചെയ്യരുത്. നിങ്ങൾ എപ്പോഴും മത്സരിക്കേണ്ടത് നിങ്ങളോടാണ്. ഏ നിങ്ങൾ നിങ്ങളോട് തന്നെ മത്സരിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് കിട്ടുന്ന സമയത്തിനെ പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ, ഞാൻ മുമ്പുള്ളതിനേക്കാൾ ഇപ്പൊ ബെറ്റർ ആണോ, എന്റെ സമയത്തിന് ഏറ്റവും നല്ല രീതിയിൽ ഞാൻ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അല്ലാതെ വേറെ ആള് 10 മണിക്കൂർ പഠിക്കുന്നുണ്ട്, ഞാൻ 5 മണിക്കൂർ പഠിക്കുന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള ടൈം ടേബിൾ സെറ്റ് ചെയ്യുകയും അതിനനുസരിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും ചെയ്യണം. ഓക്കെ, പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഈ ഒരു ഘട്ടത്തിൽ ഒരിക്കലും നമ്മൾ ഒരു സ്കോളർലി ലെവലിലേക്ക് പോകരുത്. ഓക്കെ, നമ്മൾ റിസർച്ച് സ്കോളർ ആവാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും
നെറ്റ് എക്സാം എഴുതുന്നത്, JRF കിട്ടണം, PhD ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മുടെ ആസ്പിറേഷൻ ആയിരിക്കും. പക്ഷെ അതൊക്കെ എക്സാം കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ പ്രയോറിറ്റി. അതുകൊണ്ട് തന്നെ എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് വേണ്ടത്, അത്ര മാത്രമേ പഠിക്കാൻ പാടുള്ളൂ. ഓക്കെ, അതായത് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഡെർക്കിയമിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഡെർക്കിയമിനെ കുറിച്ചിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ അതൊരു കുറച്ച് സമയം കൊണ്ട് പഠിച്ചൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ ഡെർക്കിം എന്താ അങ്ങനെ പറഞ്ഞു, അതെന്താ ഇങ്ങനെ പറഞ്ഞു, അത് അങ്ങനെ പറഞ്ഞു ശരിയാണോ, അങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങനെ ഇതിന്റെ പിന്നാലെ കൂടി അതില് ഡെർക്കിമിന്റെ ബുക്ക് ഇരുന്ന് വായിച്ച് അങ്ങനെ ഭയങ്കര സ്കോളർ ആവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എക്സാം ക്ലിയർ ചെയ്യില്ല, സിമ്പിൾ ആയിട്ട് പറഞ്ഞു. ഓക്കെ, നമുക്ക് 10 യൂണിറ്റ് ഉണ്ട്, 10 യൂണിറ്റിന്റെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ എത്തുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ഏതെങ്കിലും യൂണിറ്റ് എടുത്ത് അതിൽ ഭയങ്കര ആഴത്തിൽ പഠിച്ച് ഭയങ്കര പണ്ഡിതനാവുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ടത്. എല്ലാ യൂണിറ്റിലുള്ള എല്ലാ ടോപ്പിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പൊ ഇവിടെ കുറെ ടോപ്പിക്കുകളെ കുറിച്ചിട്ട് കുറച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ കുറച്ച് ടോപ്പിക് എടുത്തിട്ട് നമ്മൾ അതിൽ ഭയങ്കര എക്സ്പെർട്ട് ആവുക അല്ല വേണ്ടത്. ഓക്കെ, കാരണം 10 യൂണിറ്റ് ഉണ്ട്, അതിൽ തന്നെ ഡിഫറെന്റ് ആസ്പെക്റ്റുകളാണ്. ഇപ്പൊ റിസർച്ച്, കൾച്ചർ, എക്കണോമി, എൻവിറോൺമെന്റ്, ഫാമിലി, കിൻഷിപ്പ്, അങ്ങനെ ഡിഫറെന്റ് സംഭവങ്ങളാണ്. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവങ്ങളായതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരേ സമയം നമ്മൾ പഠിക്കണം. അപ്പൊ ഇതൊക്കെ പാടെ പഠിക്കുന്ന സമയത്ത് എന്താണ്, എല്ലാത്തിലും നമുക്ക് എക്സ്പെർട്ട് ആവാൻ കഴിയില്ല. അങ്ങനെ എക്സ്പെർട്ട് ആവാൻ ശ്രമിക്കുക വേണ്ട. എക്സ്പെർട്ട് ആവാത്തതിന്റെ പേരിൽ നിങ്ങൾ സങ്കടപ്പെടുക വേണ്ട. എല്ലാതും കുറച്ച് കുറച്ച് പഠിച്ചാൽ മതി. ഇപ്പൊ ഞാൻ ഇത്തവണ JRF മേടിച്ചിട്ടുള്ള ആളാണ്. എനിക്ക് പല യൂണിറ്റിലെയും ചില പോർഷൻസ് ഒന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. എല്ലാം ഒരു ബ്രോഡ് ആയിട്ടുള്ള ഐഡിയ ഉണ്ടെന്നുള്ളതുള്ളൂ. നമ്മൾ സ്റ്റുഡൻസിനോട് പറയാറുള്ള അതാണ്, നിങ്ങളെല്ലാം ബ്രോഡായിട്ട് പഠിക്കുക, എല്ലാത്തിനെ കുറിച്ച് കുറച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കുക. അതല്ലാതെ ഒരിക്കലും ഒരുപാട് ഡെപ്തിലോട്ട് പോകരുത്. അങ്ങനെ പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ചാല് നമുക്ക് പഠിച്ച ടോപ്പിക്ക് നന്നായിട്ട് അറിയായിരിക്കും, പക്ഷെ ഒരുപാട് ടോപ്പിക്ക് പഠിക്കാത്തുണ്ടാവും. അപ്പൊ ഈ പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തും നമ്മൾ എഴുതും, പക്ഷെ പഠിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും എഴുതാൻ കിട്ടില്ല. ഓക്കെ, അപ്പൊ ചെയ്യേണ്ട എന്താണ്, സിലബസിലുള്ള എല്ലാ ടോപ്പിക്കുകളും പഠിക്കുക. എന്നാൽ ഒരു ടോപ്പിക്കിൽ ഒരുപാട് ആഴത്തിൽ പഠിക്കാതിരിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ബ്രോഡായിട്ടുള്ള നോളജ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് കുറച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാന്നുള്ളതാണ് വേണ്ടത്. അല്ലാതെ കുറച്ച് ടോപ്പിക് എടുത്ത് അതിൽ ഭയങ്കര സോഷ്യോളജിസ്റ്റ് ആവുക എന്നുള്ളതല്ല. ഓക്കെ, പിന്നെ നിങ്ങൾ എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അപ്രോച്ച് അല്ല കേട്ടോ, ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഏരിയാസിൽ ഫോക്കസ് ചെയ്യുക, അതിൽ കൂടുതൽ ഡീപ്പായി നിങ്ങൾ പഠിക്കുക. പ്രത്യേകിച്ച് റിസർച്ച് എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക് എടുത്ത് അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ഭയങ്കര നാരോ ഡൗൺ ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സാണ് റിസർച്ച്. നിങ്ങൾ റിസർച്ചിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും. പക്ഷെ എക്സാം ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രോഡായിട്ട് എല്ലാ യൂണിറ്റും പഠിക്കുക. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ എന്താ വെച്ചാൽ നമ്മളിപ്പോ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാലും പിന്നെയും നമുക്ക് എക്സാം ഹോളില് എക്സാമിൽ ഫെയിലിയർ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് അല്ലേ? ഇല്ലേ, ഇപ്പൊ എക്സാമിൽ ഒരുപാട് ആൾക്കാർ ജയിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഫെയിൽ ആവുന്നുണ്ട്. അപ്പൊ ഫെയിൽ ആവാനുള്ള കാരണങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ സ്വയം ആലോചിക്കണം. ഇതിൽ ആദ്യമായിട്ട് ചെയ്യുന്നവരുണ്ടാവും. ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ് മനസ്സിലാക്കുക. നേരെ മറിച്ച് മുമ്പ് എഴുതിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസിനെ സ്വയം ഒന്ന് വിലയിരുത്തി നോക്കുക. അതായത് എന്തുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഇത്തവണ ഫെയിൽ ആയത് എന്നുള്ളത് നിങ്ങൾ സ്വയം ആലോചിച്ചിട്ടുണ്ടോ? അതായത് ഓരോ തവണ നമ്മൾ ഫെയിൽ ആകുമ്പോഴും നമ്മുടെ ഫെയിലിയർ എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യണം. ഇത് പല കാരണങ്ങളാവും. ഇപ്പൊ ഈ ഒരു സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള ഓരോ കാരണങ്ങൾ നിങ്ങൾക്ക് കാണാം. ഇപ്പൊ സിലബസ് വേണ്ട രീതിയിലുള്ള ഒരു ഫെമിലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ പഠനം കൺസിസ്റ്റന്റ് അല്ലാത്തതുകൊണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ട് പക്ഷെ ഭയങ്കര സ്ട്രെസ് വന്നുകൊണ്ടോ എക്സാം ഹാളിൽ പോയിട്ട് ടെൻഷൻ അടിച്ചുള്ളതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ടൈം മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ PYQ മര്യാദയ്ക്ക് നോക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് ആ സൈഡിലുള്ള ഒരു ക്ലാരിറ്റി കിട്ടാത്തതുകൊണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഡിക്വേറ്റ് ആയിട്ടുള്ള റിസോഴ്സസ് ഇല്ലാത്തതുകൊണ്ടാവാം. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഫെയിൽ ആയത് എന്നുള്ളത് നിങ്ങൾ സ്വയം ആലോചിക്കുക, സ്വയം ഒരു ക്ലാരിറ്റി വരുത്തുക എന്നുള്ളത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ നമ്മൾ നമ്മളുടെ ഫെയിലിയേഴ്സിന്റെ കാരണങ്ങൾ കണ്ടെത്തിയിട്ട് അതിനെ വർക്ക്ഔട്ട് ചെയ്ത് ബെറ്റർ ആയിട്ടുള്ള ഒരു പ്ലാനിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇതൊരു നാഷണൽ ലെവൽ കോമ്പറ്റേറ്റീവ് എക്സാം ആണ്, അതിൻ്റെതായിട്ടുള്ള ഒരു ഗൗരവത്തിൽ നമ്മൾ എടുക്കണം. ഓക്കെ ഓക്കെ പിന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഡിഫറെന്റ് ആയിട്ടുള്ള ചാലഞ്ചസ് സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐഫറിലെ സ്റ്റുഡൻസ് ആ ഒരു ചലഞ്ചസിനൊക്കെ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത് എന്നുള്ളത് ക്വിക്കായിട്ട് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വെബിനാർ അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഐഫറിൻ്റെതായിട്ടുള്ള ഒരു യുണീക്ക് അപ്രോച്ച് ഉണ്ട് എങ്ങനെയാണ് നമ്മൾ സ്റ്റുഡൻസിനെ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളത്. അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം നമ്മളുടെ ഒരു എന്താ പറയാ ഇമോടെക്
ലേണിംഗ് സിസ്റ്റം ആണ്. അതായത് സ്റ്റുഡൻസിന്റെ ഒരു ഹാപ്പിനെസ്സിനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ലേണിംഗ് സിസ്റ്റം ആണ് ഐഫർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് സ്റ്റുഡൻസിന് ഒരുപാട് മെറ്റീരിയൽ തന്നിട്ട് അവരെ വിടുക എന്നുള്ളതല്ല ചെയ്യുന്നത്. അവർക്കൊരു മെന്റർ ഉണ്ടാവും, പെപ്രോണിന് പെപ്റ്റോന് സെപ്പറേറ്റ് മെന്റേഴ്സ് ഉണ്ടാവും, ഹാപ്പിനെസ് ഓഫീസേഴ്സ് ഉണ്ടാവും. അവരുടെ ഒരു ഓവറോൾ വെൽബീയിങ്ങിനെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ലേണിംഗ് സിസ്റ്റം ആയിരിക്കും ഐഫറിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഐഫർ എന്നുള്ള ഒരു ടീമിന്റെ തന്നെ സക്സസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മളുടെ ലീഡർ ആയിട്ടുള്ള അനീസ് പൂവത്തി സാറാണ്. സാർ 2 സബ്ജക്റ്റില് JRFും 8 സബ്ജക്റ്റില് നെറ്റും ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സ്ട്രാറ്റജീസ് ആണ് നമ്മൾ ആസ് എ ടീം അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും ഒരു ഉയർന്ന ഒരു സക്സസ് നേടിയിട്ടുള്ള ആളുടെ ഒരു സ്ട്രാറ്റജി മെന്റേഴ്സിലൂടെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ടീമാണ് ഐഫർ. ഓക്കെ, പിന്നെ മെന്ററിങ്ങിന്റെ ഒരു എഫക്റ്റ് ആണ് പിന്നെ പറയാനുള്ളത്. മെന്റേഴ്സ് കൃത്യമായിട്ട് സ്റ്റുഡൻസിനെ ഗൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം ഐഫറിൽ ഉണ്ട്. 9 to 9 മെന്ററിങ് ഉണ്ടാവും. രാവിലെ 9 മണി മുതൽക്ക് രാത്രി വരെ മെന്റേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് ഐഫറിന്റെ ഒരു പ്രത്യേകത. പിന്നെ നമ്മൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറിയുന്ന പോലെ ലൈവിലൂടെ തന്നെയാണ് കംപ്ലീറ്റ്ലി നടത്തുന്നത്. എല്ലാ യൂണിറ്റുകളും ലൈവിലൂടെ തന്നെ നടത്തും. ലൈവിന്റെ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആകും. അതുപോലെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ, കോമൺ ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ നമ്മൾ തരും. അതുപോലെ തന്നെ സ്റ്റുഡൻസിനെ നേരിട്ട് വിളിക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റഡി പ്ലാന്റെ കാര്യത്തിൽ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുന്നതായിരിക്കും. പിന്നെ എല്ലാ യൂണിറ്റിന്റെയും കോംപ്രഹെൻസീവ് ആയിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ പിന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് PYQs നമ്മളൊരു ബുക്ക് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മളുടെ കോഴ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടെസ്റ്റുകൾ. ഡെയിലി ടെസ്റ്റ് എല്ലാ ദിവസവും ചെയ്യുന്ന ടെസ്റ്റുകളാണ് ഡെയിലി ടെസ്റ്റ്. വീക്ക്ലി ടെസ്റ്റ് പറഞ്ഞാൽ എല്ലാ വീക്കും നടക്കുന്നതാണ്. മന്ത്ലി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാ മാസവും നടക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ പല രീതിയിൽ നിരന്തരമായിട്ട് ഐഫറിലുള്ള ഒരു സ്റ്റുഡന്റ് ടെസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ ടെസ്റ്റുകളൊക്കെ ചെയ്ത് അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ്ഡ് ആയതിനു ശേഷമാണ് അവര് ശരിക്കുള്ള ഒരു എക്സാം ഹാളിലേക്ക് പോകുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഐഫറിലുള്ള ഒരു സ്റ്റുഡന്റിന് ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് കൺസിസ്റ്റൻസി. അപ്പൊ കൺസിസ്റ്റൻസി ഈ ഒരു കോഴ്സിന്റെ ഭാഗമാകുന്നതോടുകൂടെ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു ടെസ്റ്റുകളുടെ ഒക്കെ ഒരു ബെനിഫിറ്റ്. പിന്നെ നമ്മളുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ഐഫർ റിസർച്ച് ഫെലോഷിപ്പ് അഥവാ IRF എക്സാമിനേഷൻ. ഇതെന്താ വെച്ചാൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ശരിക്കുള്ള എക്സാം നടക്കുന്നതിന് മുമ്പ് കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാം ആണ്. ഇതിനകത്ത് ശരിക്കുള്ള എക്സാം നടക്കുന്ന പോലെ തന്നെ 150 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഓൺലൈൻ എക്സാമിനേഷൻ ആയിരിക്കും. ശരിക്കും നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുമ്പുള്ള ഒരു ഡ്രസ് റിഹേഴ്സൽ എന്ന് വേണമെങ്കിൽ ഈ ഒരു ഐഫർ റിസർച്ച് ഫെലോഷിപ്പ് എക്സാമിനെ കുറിച്ച് പറയാം. ഇതിൽ ടോപ്പർ ആവുന്ന ആള് പിന്നീട് റിസർച്ചിന് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഐഫർ ഒരു 1 ടൈം ഫെലോഷിപ്പ് കൊടുക്കുകയും ചെയ്യും. ഓക്കെ, പിന്നെ നമ്മളുടെ കോഴ്സിൽ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഒരു ഫീച്ചറാണ് സ്റ്റുഡന്റ് ഗ്രോത്ത് റിപ്പോർട്ട് എന്നുള്ള ഒരു ഫീച്ചർ. അതായത് സ്റ്റുഡൻസ് എത്രത്തോളമാണ് നമ്മുടെ ആപ്പിലുള്ള കണ്ടന്റും റിസോഴ്സുകളൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് സ്റ്റുഡന്റ് ഗ്രോത്ത് റിപ്പോർട്ട്. ഇത് റീസെന്റ് വന്നിട്ടുള്ളതാണ്. അപ്പൊ അതിനകത്ത് ഒരു സ്റ്റുഡന്റിന് അവരുടെ എത്രത്തോളം അവർ വീഡിയോസ് കണ്ടിട്ടുണ്ട്, എത്രത്തോളം ടെസ്റ്റുകൾ കണ്ടിട്ടുണ്ട്, എത്രത്തോളം കോഴ്സ് കണ്ടിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ ലൈവ് എത്രത്തോളം വീഡിയോസ് അവർ കണ്ടിട്ടുണ്ട് എന്നുള്ളത്, അതേപോലെ ടെസ്റ്റുകൾ എത്രത്തോളം ചെയ്തിട്ടുണ്ട് എന്നുള്ളത്, PYQs എത്രത്തോളം ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് ഡാറ്റ ഇപ്പൊ ഇവിടെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ പിന്നെ ലൈവിന്റെയും അതുപോലെ തന്നെ ടെസ്റ്റുകളുടെയും PYQsന്റെ എല്ലാത്തിന്റെയും കംപ്ലീറ്റ് അനലിറ്റിക്സ് നമുക്ക് കാണാമെന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, പിന്നെയുള്ള ഒരു കാര്യം ആക്ടിവിറ്റി ഗ്രൂപ്പാണ്. കാരണം മെന്റേഴ്സും നമ്മൾ തരുന്ന സംഭവം മാത്രമല്ല, നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ഐഡിയാസ് ഉണ്ടാവും. നിങ്ങളും അത്യാവശ്യം നല്ല കഴിവുള്ള ആളുകളായിരിക്കും. അപ്പോൾ സ്റ്റുഡൻസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ടീച്ച് ചെയ്യുക എന്നുള്ളതാണ് ആക്ടിവിറ്റി ഗ്രൂപ്പിലൂടെ നടക്കുക. അതിൽ മെന്റേഴ്സ് ഒരു സപ്പോർട്ടീവ് റോൾ മാത്രമായിരിക്കും വഹിക്കുക. കൂടുതലായിട്ട് സ്റ്റുഡൻസ് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തിട്ട് പഠിക്കുന്ന ഒരു സിസ്റ്റമാണ് ആക്ടിവിറ്റി ഗ്രൂപ്പിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. പിന്നെ എക്സാം അടുക്കുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് JRF ക്ലബ്ബ്. ഇതിൽ PYQs ഡിസ്കസ് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അതുപോലെ തന്നെ പേപ്പർ 1 പ്രത്യേകമായിട്ടുള്ള സെഷൻസ് അനീസറിന്റെ നേതൃത്വത്തിൽ നടക്കാറുണ്ട്. അനീസർ ലീഡ് ചെയ്യുന്ന രീതിയിലുള്ള പ്രത്യേകമായിട്ടുള്ള JRF ക്ലബ് സെഷൻസ് എക്സാം അടുക്കുന്ന സമയത്ത്, ഇപ്പോഴല്ല, എക്സാം അടുക്കുന്ന ആ ഒരു സമയത്തായിരിക്കും ഉണ്ടാവുക. ഓക്കെ, പിന്നെ പോഡ്കാസ്റ്റുകൾ നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഐഫറിലെ അനീസറും മറ്റുള്ള മെന്റേഴ്സും ഒക്കെ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളെ പഠനത്തിന്റെ ഒരു മോട്ടിവേഷൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ഈ പോഡ്കാസ്റ്റുകളിലൂടെ ഡിസ്കസ് ചെയ്യുക.
ഓക്കെ, പിന്നെ നമ്മുടെ കോഴ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഹാപ്പിനെസ് ഓഫീസേഴ്സ്. അതായത് മെന്റേഴ്സ് നിങ്ങളായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ഹാപ്പിനെസ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ഡിപ്പാർട്ട്മെന്റും ഒരു ടീമും ഐഫറിന് ഉണ്ട് എന്നുള്ളതാണ്. സ്റ്റുഡൻസിനെ നിരന്തരമായിട്ട് വിളിക്കുകയും അവരുടെ ഓവറോൾ ആയിട്ടുള്ള വെൽബീയിങ്ങിനെ കുറിച്ചും അവരുടെ മെന്റൽ ഹെൽത്തിനെ കുറിച്ചൊക്കെ ചോദിക്കുകയും എങ്ങനെയുണ്ട് ഉഷാറിലെ പഠിക്കണില്ലേ എന്ന് ചോദിക്കാൻ ഒരു ടീം ഐഫറിൽ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹാപ്പിനെസ് ഓഫീസേഴ്സ്. അതുപോലെ മിത്ര എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ഐഫറിന്റെ കോഴ്സിനെ കുറിച്ച്. ഐഫറിന്റെ കോഴ്സ് ഏത് രീതിയിൽ ആണ് അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്നുള്ളതൊക്കെ പറയാനുള്ളത്. ഇപ്പൊ നമ്മുടെ മിഷൻ JRF പ്രീമിയർ ഫൈനൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഓൾറെഡി നടക്കുന്നുണ്ട്. നിങ്ങൾ അതിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ സോഷ്യോളജി റിലേറ്റഡ് ആയിട്ടും ഓവറോൾ പ്രിപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടും പറയാനുള്ളത്. പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക, ലേറ്റ് ആയി വിചാരിക്കരുത്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ PYQs നന്നായിട്ട് നോക്കുക. നിങ്ങൾക്ക് പഠിക്കാനുള്ള റിസോഴ്സുകൾ കണ്ടെത്തിയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ പ്രിപ്പറേഷനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. ഓക്കെ, പിന്നെ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ചാറ്റ് ബോക്സിൽ ചോദിക്കാം. പ്രത്യേകിച്ച് ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം.